ഞങ്ങളും ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പ്രസംഗിക്കുന്നു. ദൈവ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. എബ്രായ ലേഖനം 11-ാം അധ്യായം 8-ാം വാക്യം, വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ച് എവിടേക്ക് പോകുന്നു എന്നറിയാതെ പുറപ്പെട്ടു. വിശ്വാസത്താൽ അബ്രഹാം പുറപ്പെട്ടു. എവിടേക്ക് പോകുന്നെന്നറിയാതെ പുറപ്പെട്ടു. അബ്രഹാം
ദൈവത്തിൻ്റെ വിളി ലഭിച്ചപ്പോൾ പുറപ്പെട്ടു. വിശ്വാസത്താൽ അബ്രഹാം തനിക്ക് അവകാശമായി കിട്ടുവാനിരുന്ന ദേശത്തേക്ക് യാത്രയാവാൻ വിളിക്കപ്പെട്ടാറെ അനുസരിച്ചു. എവിടേക്ക് പോകുന്നു എന്ന് അറിയാതെ പുറപ്പെട്ടു. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ കാൽ ചുവടുകളെക്കുറിച്ചാണ് നാം ഈ ദിവസങ്ങളിൽ ചിന്തിച്ചു വരുന്നത്. അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഓരോ ചുവടുവെപ്പുകളിലും ഇന്ന് ജീവിക്കുന്ന നമുക്ക് അനേകമനേകം പാഠങ്ങൾ പഠിക്കുവാനുണ്ട്. നമ്മുടെ ജീവിതത്തിൽ അബ്രഹാം നേരിട്ടതായ പ്രതിസന്ധികൾ, അബ്രഹാം വിശ്വാസ ജീവിതത്തിൽ വളർച്ചയുടെ പടവുകൾ കയറി പോയത്, അനുഗ്രഹീതമായ അനുഭവത്തിലേക്ക് അബ്രഹാം വളർന്നു വരുന്നതിൻ്റെ പിന്നിലുണ്ടായതായ ത്യാഗങ്ങൾ, ആ യാത്രയിൽ അബ്രഹാമിനുണ്ടതായ വീഴ്ചകൾ ഉണ്ടായെങ്കിലും വീഴ്ചകളിൽ ദൈവം അബ്രഹാമിനെ കരയേറ്റി മുന്നോട്ട് നയിച്ചത്, ഒടുവിൽ വിശ്വാസികളുടെ പിതാവായി തീരുന്ന മഹാസൗഭാഗ്യത്തിലേക്ക് അബ്രഹാം പിതാവ് എത്തിച്ചേർന്നത് എന്നിങ്ങനെയുള്ള അനേകമനേകം കാര്യങ്ങൾ അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ചുവടുവെപ്പുകളിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാനുണ്ട്, നമുക്ക് പഠിക്കുവാനുണ്ട്, നമുക്ക് അനുകരിക്കുവാനുണ്ട്. അബ്രഹാമിൻ്റെ ജീവിതം നമുക്ക് ഇന്ന് അനേകമനേകം ആത്മീയ പാഠങ്ങൾ നൽകുന്നുണ്ട്. അബ്രഹാം ദൈവത്തിൻ്റെ വചനം കേട്ടു, ദൈവത്തിൻ്റെ വചനം കൈക്കൊണ്ടു, അബ്രഹാം ദൈവത്തിൻ്റെ വചനം അനുസരിച്ചു, അബ്രഹാം യാത്ര പുറപ്പെട്ടു എന്ന് നാം കണ്ടതാണ്. അബ്രഹാമിൻ്റെ യാത്ര അത് ഒരു വിശ്വാസത്തിൻ്റെ യാത്രയായിരുന്നു. എവിടേക്ക് പോകുന്നറിയാതെയുള്ളതായ ഒരു യാത്രയായിരുന്നു. എന്നാൽ അബ്രഹാമിൻ്റെ ആ യാത്രയിൽ നാം കാണുന്നത് ഒരു പ്രതിസന്ധി വന്നപ്പോൾ അബ്രഹാം ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ചു പോയി എന്നാണ്. അബ്രഹാം ജീവിതത്തിൽ ദൈവത്തിൻ്റെ അരുളപ്പാട് കിട്ടിയവനാണ്, ദൈവത്തിൻ്റെ വാഗ്ദത്തം ലഭിച്ചവനാണ്, ഈ ദേശം നിനക്ക് ഞാൻ തരുമെന്നുള്ളതായ വാക്ക് ദൈവത്തിൽ നേരിട്ട് കിട്ടിയവനാണ്. അബ്രഹാമിന് ദൈവികമായ അനുഗ്രഹങ്ങൾ ലഭിച്ചു, മഹാഭാഗ്യം സിദ്ധിച്ചവനാണ്. എന്നാൽ അബ്രഹാമിൻ്റെ പ്രശ്നം വന്നപ്പോൾ അബ്രഹാം ദൈവത്തിൻ്റെ വഴിവിട്ട് സ്വന്തം ബുദ്ധിയുടെ വഴിയിലേക്ക് ഇറങ്ങിപ്പോയി, സ്വന്തം ചിന്തയുടെ സരണിയിലേക്ക് ഇറങ്ങിപ്പോയി, സ്വന്തം കണക്കുകൂട്ടലിലേക്ക് അബ്രഹാം തിരിഞ്ഞുപോയി. ദേശത്ത് ക്ഷാമമുണ്ടായി. യാത്ര പുറപ്പെട്ട് പോരുമ്പോൾ അന്ന് ഈ കനാനിൽ ക്ഷാമം ഉണ്ടായിരുന്നില്ല. അബ്രഹാം നദിക്കക്കരെ നിന്ന് വളരെ ഫലപുഷ്ടിയുള്ളതായ മെസപ്പൊട്ടോമിയയിൽ നിന്ന് അബ്രഹാം പുറപ്പെട്ട് യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദികൾ കടന്ന് ഇക്കരെ വന്ന് യാത്ര ചെയ്ത് മുന്നോട്ട് വന്ന് കനാനിലെത്തുമ്പോൾ കനാനിലും ഒരു ക്ഷാമത്തിൻ്റെ അല്പം പോലും കാണുവാനുണ്ടായിരുന്നില്ല. എന്നാൽ യാത്ര ചെയ്ത് ഏതാനും നാളുകൾ മുന്നോട്ട് പോയപ്പോൾ അബ്രഹാമിന് നേരിട്ടത് കഠിനമായ ക്ഷാമമായിരുന്നു. 12-ാം അധ്യായം ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യം. ദേശത്ത് ക്ഷാമമുണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രഹാം മിസ്രയീമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. അബ്രഹാം മിസ്രയീമിലേക്ക് പോകാൻ ദൈവം കൽപ്പിച്ചില്ല. ദൈവം അങ്ങനെ കൽപ്പിക്കുന്നുണ്ടോ എന്ന് അബ്രഹാം ദൈവത്തിൻ്റെ ആലോചന ചോദിച്ചില്ല. ഞാൻ പോകുന്നത് ശരിയായ ദിശയിൽ കൂടി തന്നെയാണോ, ദൈവം എന്നോട് ആവശ്യപ്പെടുന്ന വഴിക്ക് തന്നെയാണോ ഞാൻ പോകുന്നത് എന്ന് അബ്രഹാം സ്വയം ചിന്തിച്ചില്ല. അബ്രഹാം പെട്ടെന്നുള്ള ബുദ്ധിയുടെ ഒരു കാഴ്ചപ്പാടിൽ അബ്രഹാം മിസ്രയീമിലേക്ക് ഇറങ്ങിപ്പോയി, ഈജിപ്തിലേക്ക് ഇറങ്ങിപ്പോയി. കനാനിൽ നിന്ന് വഴിതെറ്റി ഈജിപ്തിലേക്ക് പോയി. അവിടെ നീലനദിയുണ്ട്. യൂഫ്രട്ടീസ്, ടൈഗ്രീസ് നദീതീരത്ത് വസിച്ചിരുന്ന അബ്രഹാമിന് ഫലപുഷ്ടിയുള്ള വളക്കൂറുള്ള മണ്ണിൻ്റെ അഭിവൃദ്ധിയും അനുഭവവും എല്ലാം അറിയാം. അതുകൊണ്ട് നൈൽ നദീതടത്തിൻ്റെ എല്ലാ ഫലഭൂയിഷ്ഠതയുമുള്ള പ്രദേശങ്ങളിൽ പോയി പാർക്കാം എന്ന് അബ്രഹാം ചിന്തിച്ചു. മറ്റൊന്നുമല്ല, അവിടെ ക്ഷാമം ഉണ്ടാകുകയില്ല എന്ന് വിചാരിച്ചു. ഒന്നാമത്തെ കനത്ത നഷ്ടം അബ്രഹാമിനോട് നേരിടുകയാണ്. ദൈവത്തിൻ്റെ വഴി വിട്ടു പോകുന്ന ഏതൊരു ദൈവവൈതലിനും സംഭവിക്കാവുന്ന ഭയാനകമായ കാര്യം നഷ്ടം സംഭവിക്കുന്നുള്ളതാണ്. എന്താണ് നഷ്ടം? അബ്രഹാം ദൈവത്തിൻ്റെ വാഗ്ദത്തം മറന്നുപോയി. ദൈവത്തിൻ്റെ വാഗ്ദത്തമുള്ളതായി വിശ്വാസം നഷ്ടപ്പെട്ടു. അബ്രഹാമിന് വളരെ ശക്തമായ വാഗ്ദത്തം കിട്ടിയതാണ്. അബ്രഹാമിന് ലഭിച്ചതായ വാഗ്ദത്തം നാം 12-ാം അധ്യായത്തിൻ്റെ ആദ്യ ഭാഗത്ത് കണ്ടതാണ്. 7 വാഗ്ദത്തങ്ങൾ അബ്രഹാമിന് ലഭിച്ചതാണ്. ആ വാഗ്ദത്തങ്ങളിൽ ദൈവം പ്രത്യേകിച്ച് പറഞ്ഞിരുന്നു,
ഞാൻ നിന്നെ വലിയൊരു ജാതിയാക്കുമെന്ന്, ഞാൻ നിന്നെ അനുഗ്രഹിക്കുമെന്ന്, ഞാൻ നിൻ്റെ പേര് വലുതാക്കുമെന്ന്, നീ ഒരു അനുഗ്രഹമായി തീരുമെന്ന്, നിന്നെ അനുഗ്രഹിക്കുന്നവരെ ഞാൻ അനുഗ്രഹിക്കുമെന്ന്, നിന്നെ ശപിക്കുന്നവരെ ഞാൻ ശപിക്കുമെന്ന്, നിന്നിൽ ഭൂമിയിലെ സകലവംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്ന്. വളരെ മനോഹരമായ വാഗ്ദത്തമാണ് അബ്രഹാമിന് ലഭിച്ചിരുന്നത്. എന്നാൽ ഒരു പ്രശ്നം വന്നപ്പോൾ ദൈവത്തിൻ്റെ വാഗ്ദത്തം മറന്നുപോയി. ദൈവത്തിൻ്റെ വചനത്തിൽ അവിശ്വാസം വന്നു. അബ്രഹാം ദൈവത്തിൻ്റെ വചനം വിശ്വസിച്ച് പുറപ്പെട്ടവനാണ്. പുറപ്പെടുമ്പോൾ വിശ്വാസമുണ്ട്. ആത്മീയ ജീവിതം ആരംഭിക്കുമ്പോൾ ഒരു വിശ്വാസത്തിൻ്റെ നല്ല തിളപ്പുണ്ട്. എന്നാൽ പ്രശ്നം വന്നപ്പോൾ വിശ്വാസം ക്ഷയിച്ചു. സ്നേഹിതരെ, നാം ഗൗരവമായിട്ടെടുക്കേണ്ട ഒരു കാര്യമാണ്. വിശ്വാസം നഷ്ടപ്പെട്ടു എന്നുള്ളത് അബ്രഹാമിൻ്റെ ജീവിതത്തിലെ ഒന്നാമത്തെ നഷ്ടമാണ്. നമ്മുടെ ജീവിതത്തിൽ നാം നല്ല ഒരു വിശ്വാസത്തോടുകൂടി പുറപ്പെട്ടവരാണ്. നമുക്കൊരു നിർമ്മല വിശ്വാസം ഉണ്ടായിരുന്നു, ഒരു നിഷ്കളങ്ക വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവം എന്നെ കാണുന്നുവെന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവം എന്നെ അറിയുന്നുവെന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവത്തിന് എന്നെ സ്നേഹമാണ് എന്ന് നമുക്കൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ദൈവം എനിക്ക് വേണ്ടി എല്ലാം ക്രമീകരിച്ചു കൊള്ളുമെന്ന് ഒരു വിശ്വാസം ഉണ്ടായിരുന്നു. നമ്മുടെ ജീവിതത്തിൻ്റെ ആത്മീയ ജീവിതത്തിൻ്റെ ആരംഭഘട്ടങ്ങളിൽ നാം വിശ്വാസികളായിരുന്നു. എന്നാൽ മുന്നോട്ട് വന്നപ്പോൾ ആത്മീയ ജീവിതത്തിൽ ഓരോ ചുവട് വെച്ച് നാം മുന്നോട്ട് നീങ്ങിയപ്പോൾ അപ്പോഴാണ് പ്രശ്നങ്ങൾ വരുന്നത്, അപ്പോഴാണ് പ്രതിസന്ധികൾ വരുന്നത്. എല്ലാം സുഖമാണ് എന്നാണ് നാം വിചാരിച്ചത്, എല്ലാം ക്ഷേമവും ഐശ്വര്യവുമാണ് എന്നാണ് നാം വിചാരിച്ചത്. സുഖപരമായ, സന്തോഷകരമായ, സൗഭാഗ്യപൂർണമായ, ആനന്ദസമൃദ്ധമായ ഒരു ജീവിതമാണ് എനിക്ക് ലഭിക്കുന്നത് എന്ന് പ്രതീക്ഷിച്ചാണ് നാം നടന്ന് നീങ്ങിയത്. എന്നാൽ കാര്യങ്ങൾ തിരിഞ്ഞു വന്നു, പ്രശ്നങ്ങൾ വന്നു, ആവശ്യങ്ങൾ വന്നു, പണത്തിന് ക്ഷാമം വന്നു, ആരോഗ്യത്തിന് ക്ഷാമം വന്നു, സ്നേഹത്തിന് ക്ഷാമം വന്നു, വീട്ടിൽ തന്നെ പ്രശ്നങ്ങളുണ്ടായി, ഏറ്റവും പ്രിയപ്പെട്ടവർ തന്നെ വെറുക്കാൻ തുടങ്ങി, നമ്മെ ഒരു കാലത്ത് മാനിച്ചവരെ നമ്മെ അപമാനിക്കാനും അവഹേളിക്കാനും നിന്ദിക്കാനും തുടങ്ങി. നമുക്ക് പ്രശ്നങ്ങളുടെ മേൽ പ്രശ്നങ്ങളായി, നമുക്ക് പലതിനും ക്ഷാമമുണ്ടായി. ക്ഷാമം വന്നപ്പോൾ നാം അമ്പരപ്പിലായി. നാം നോക്കേണ്ടത് ക്രിസ്തുവിലേക്കായിരുന്നു, നാം നോക്കിക്കൊണ്ട് വന്നത് ക്രിസ്തുവിലായിരുന്നു, ക്രിസ്തുവിനെ നോക്കിക്കൊണ്ടാണ് നാം യാത്ര ചെയ്തത്. എന്നാൽ നിർഭാഗ്യവശാൽ പ്രയാസം വന്നപ്പോൾ, പ്രശ്നം വന്നപ്പോൾ നാം ക്രിസ്തുവിനോടുള്ള നോട്ടം വിട്ടിട്ട്, ക്രിസ്തുവിലേക്കുള്ളതായ ആശ്രയം വിട്ടിട്ട്, ട്രസ്റ്റ് ആൻഡ് ഫെയ്ത്ത് ഇൻ ക്രൈസ്റ്റ് അത് വിട്ടിട്ട് നാം ലോകത്തിലേക്ക് ഇറങ്ങിപ്പോയി, വിശ്വാസം ത്യജിച്ചു പോയി. ഇന്ന് ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരങ്ങളെ, ആത്മീയ ജീവിതം ശോഭനമായി തുടങ്ങിയവർ അനേകർ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ടെന്ന് എനിക്കറിയാം. ആത്മീയ ജീവിതത്തിൽ മധുരാനുഭൂതികൾ കൈവരികയും സന്തോഷത്തിൻ്റെ നല്ല കാലങ്ങൾ ഭാഗ്യവശാൽ സിദ്ധിക്കുകയും ചെയ്ത ഭാഗ്യകരമായ കാലങ്ങൾ നയിച്ച അനേകർ ഈ വാക്കുകളെ കേൾക്കുന്നുണ്ട്. എന്നാൽ ഇന്ന് നിങ്ങളുടെ വിശ്വാസം എവിടെ? ഇന്ന് നിങ്ങളുടെ ദൈവാശ്രയം എവിടെ? ഇന്ന് ദൈവത്തിൻ്റെ വചനത്തിലുള്ളതായ നിങ്ങളുടെ ആശ്രയം എവിടെ? ഇന്ന് അതുപോലുള്ളതായ ആ ത്യാഗോജ്വലമായ ജീവിതത്തിൻ്റെ മധുരിമ നിങ്ങൾ ആസ്വദിക്കുന്നുണ്ടോ? ആദ്യകാലത്ത് നാം വളരെ വിശ്വാസപൂർവ്വം നിന്നതാണ്. ആദ്യകാലങ്ങളിൽ പീഡകൾ നാം ഏറ്റതാണ്. ആദ്യകാലങ്ങളിൽ നാം എതിർപ്പുകളെ അതിജീവിച്ചതാണ്. ആദ്യകാലങ്ങളിൽ നമുക്ക് പോരാട്ടമുണ്ടായപ്പോൾ അല്പം പോലും നാം നിരാശപ്പെടാതെ നാം കുതിച്ച് മുന്നേറിയവരാണ്. നമുക്ക് നോക്കാം, എബ്രായ ലേഖന കർത്താവ് പറയും 10-ാം അധ്യായത്തിൻ്റെ അവസാന ഖണ്ഡികയിൽ 32-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. എന്നാൽ നിങ്ങൾ പ്രകാശനം ലഭിച്ച ശേഷം, നിങ്ങൾക്ക് ഒരിക്കൽ സത്യപ്രകാശം കിട്ടി, പ്രകാശനം ലഭിച്ച ശേഷം നിന്ദകളാലും പീഡകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും. അന്ന് നിങ്ങളെ നിന്ദിച്ചിരുന്നു, നിങ്ങൾക്കൊരു പ്രയാസവും തോന്നിയില്ല. പീഡകൾ നിങ്ങൾക്ക് നേരിട്ടിരുന്നു, നിങ്ങൾ അല്പം പോലും പതറിയില്ല. കൂത്തുകാഴ്ചയായി തീർന്നു, എല്ലാവരും നിങ്ങളെ അവമാനിച്ചു, നിങ്ങൾക്ക് ഒരു തെല്ലും പ്രയാസം തോന്നിയില്ല. നിങ്ങൾ പീഡകളാലും നിന്ദകളാലും കൂത്തുകാഴ്ചയായി ഭവിച്ചും. ആ വക അനുഭവിക്കുന്നവർക്ക് കൂട്ടാളികളായി തീർന്നും. അങ്ങനെയുള്ളതായ പീഡകളും നിന്ദകളും അനുഭവിക്കുന്നവർക്ക് നിങ്ങൾ കൂട്ടാളികളായിരുന്നു. ആളുകൾ നിങ്ങളെ ആക്ഷേപിച്ചപ്പോൾ, നിങ്ങൾക്ക് പ്രശ്നങ്ങൾ വന്നപ്പോൾ, നിങ്ങൾക്ക് ആവശ്യങ്ങൾ വന്നപ്പോൾ, നിങ്ങൾക്ക് രോഗങ്ങൾ വന്നപ്പോൾ, നിങ്ങൾക്ക് പണത്തിന് ഞെരുക്കം വന്നപ്പോൾ, നിങ്ങൾക്ക് ക്ഷീണം സംഭവിച്ച ഏതേതെല്ലാം കാര്യങ്ങൾ വന്നു, അതിലെല്ലാം നിങ്ങൾ തളരാതെ പോരാട്ടം കഴിച്ചു. അങ്ങനെയുള്ളതായ അനുഭവമുള്ളവരുമായിട്ട് കൂട്ടായ്മ പാലിച്ചു. നിങ്ങൾ അവർക്ക് അനുഭവിക്കുന്നവർ കൂട്ടാളികളായി തീർന്നും. ഇങ്ങനെ
ഇങ്ങനെ കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവകാലം ഓർത്തുകൊള്ളുവിൻ. വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവിൻ. ദൈവത്തിൻ്റെ വചനമെന്ന് കേട്ടപ്പോൾ അബ്രഹാം പുറപ്പെട്ടതാണ്. അന്ന് എന്തൊരു ധീരതയായിരുന്നു, അന്നെന്തൊരു ധൈര്യമായിരുന്നു, അന്നെന്തൊരു ശക്തിയായിരുന്നു. ദൈവത്തിൻ്റെ വചനം കേട്ടു, പിതൃഭവനത്തെ വിട്ടു, പിതൃദേശത്തെ വിട്ടു പുറപ്പെട്ടു പോവുകയാണ്. സ്വന്തക്കാരെ വിട്ടു, ബന്ധക്കാരെ വിട്ടു. പ്രിയപ്പെട്ടവരെ, വിട്ടതും വെറുത്തതും വ്യർത്ഥമല്ല എന്നറിഞ്ഞിരുന്നാൽ കൊള്ളാം. വിട്ടതും വെറുത്തതും വ്യർത്ഥമല്ല. അത് നിലനിന്നാൽ നല്ലതാണ്, നിലനിർത്തിയാൽ ഭാഗ്യമാണ്. കർത്താവേ, ഞാൻ നിൻ്റെ നാമത്തിൽ ചിലതെല്ലാം വിട്ടവനാണ്. യേശുവേ, ഞാൻ നിൻ്റെ നാമത്തിൽ ചിലതെല്ലാം വെറുത്തവനാണ്. ലോകത്തിൻ്റെ ഇമ്പങ്ങളോട് യാത്ര പറഞ്ഞ്, ലോകത്തിൻ്റെ പ്രമോദങ്ങളോട് യാത്ര പറഞ്ഞ്, ലോകത്തിൻ്റെ ഭോഗലാലസകളോട് യാത്ര പറഞ്ഞ്, ലോകത്തിൻ്റെ സുഖസമൃദ്ധിയോട് യാത്ര പറഞ്ഞ്, ലോകമനുഷ്യരുടെ ബഹുമതിയോട് യാത്ര പറഞ്ഞ്, ലോകമനുഷ്യരുടെ പ്രീതിയോടും അവരുടെ ഇഷ്ടത്തോടും യാത്ര പറഞ്ഞ്, കർത്താവേ, നിന്നെ മാത്രം നോക്കി ഞാൻ പുറപ്പെട്ടവനല്ലേ, എന്നാൽ എനിക്ക് എന്താണ് ഇങ്ങനെ വന്നത് എന്ന് ചിന്തിച്ച് ഇന്ന് ഭാരത്തോടിരിക്കുന്ന ദൈവമക്കളുണ്ട്. ദൈവത്തിന് സ്തോത്രം. കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച ആ പഴയ കാലം നിങ്ങൾ ഓർത്തുകൊള്ളുവീൻ. കഷ്ടങ്ങളാൽ വളരെ പോരാട്ടം കഴിച്ച പൂർവ്വകാലം ഓർത്തുകൊള്ളുവീൻ. തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചതല്ലാതെ, തടവുകാരോട് നിങ്ങൾ സഹതാപം കാണിച്ചത് മാത്രമല്ല, സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്ക് ഉണ്ട് എന്ന് അറിഞ്ഞ്, സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നൊരു വിശ്വാസം ഉണ്ടായിരുന്നു. ഇവിടെയുള്ളതെല്ലാം പോയാലും, ഇവിടെ ക്ഷീണങ്ങൾ സംഭവിച്ചാലും, സ്വർഗത്തിൽ നിലനിൽക്കുന്ന ഉത്തമ സമ്പത്ത് എനിക്കുണ്ട് എന്നുള്ള നല്ല ബോധ്യം നിങ്ങൾക്കുണ്ടായിരുന്നു. അങ്ങനെ സ്വർഗത്തിൽ നിലനിൽക്കുന്നതായ ഉത്തമ സമ്പത്ത് നിങ്ങൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. സമ്പത്തുകളുടെ അപഹാരം, സമ്പത്ത് അപഹരിച്ചപ്പോൾ, നീതി നിഷേധിച്ചപ്പോൾ, നമുക്കെതിരെ വലിയ വലിയ ആരോപണങ്ങൾ തെറുത്തുയർന്നപ്പോൾ, മിഥ്യാപവാദങ്ങൾ, മിഥ്യാപവാദ ശരങ്ങൾ നമ്മുടെ മേൽ തെറുത്ത് നമ്മുടെ മേൽ ആഞ്ഞ് എറിഞ്ഞപ്പോൾ, അപ്പോഴെല്ലാം നാം ഒരു കാര്യം, അന്ന് നമുക്ക് ധൈര്യം ഉണ്ടായിരുന്നാൽ ഇന്നോ ദൈവത്തിന് സ്തോത്രം, ഉത്തമ സമ്പത്തുകൾക്കുണ്ട് എന്നറിഞ്ഞ് സമ്പത്തുകളുടെ അപഹാരവും സന്തോഷത്തോടെ സഹിച്ചുവല്ലോ. അതുകൊണ്ട് മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. സ്തോത്രം. മഹാപ്രതിഫലമുള്ളൊരു ധൈര്യം, മഹാപ്രതിഫലം, ഉന്നതമായ പ്രതിഫലമുള്ള ഒരു ധൈര്യമുണ്ട് നിങ്ങൾക്ക്. അത് നിങ്ങൾ തള്ളിക്കളയരുത്. നിങ്ങൾ പുറപ്പെട്ടതാണ്, നിങ്ങൾ അനുഗ്രഹീതമായ ജീവിതം തുടങ്ങിയതാണ്, നിങ്ങൾ സമർപ്പണം എടുത്തതാണ്, നിങ്ങൾ ദൈവത്തോട് വാക്ക് പറഞ്ഞതാണ്, ദൈവം നിങ്ങളോട് വാക്ക് പറഞ്ഞതാണ്, ദൈവം നിങ്ങൾക്ക് വാഗ്ദത്തം തന്നതാണ്, നിങ്ങൾ ജീവിതം കർത്താവിന് തുറന്നു കൊടുത്തതാണ്. ക്രിസ്തു നിങ്ങളുടെ ഹൃദയത്തിൽ രാജാധിരാജാവായി വന്ന് വാണതാണ്. സ്നേഹിതരെ, ഈ വാക്കുകളെ കേൾക്കുന്ന എൻ്റെ ബഹുമാന്യ സഹോദരങ്ങൾ, ഒന്ന് നിങ്ങളുടെ ജീവിതത്തിലേക്ക് തിരിഞ്ഞു നോക്കി ചിന്തിക്കൂ. ഒരാത്മീയ ലഹരി നിങ്ങൾക്കുണ്ടായിരുന്നൊരു കാലമില്ലേ? ആത്മാവിൻ്റെ തീ നിങ്ങളിൽ കത്തിക്കൊണ്ടിരുന്നൊരു കാലമില്ലേ? ആത്മാവിൻ്റെ സന്തോഷത്തിൻ്റെ പുകഴ്ചയിൽ നിങ്ങൾ ആനന്ദിച്ച് ആറാടി ആരവാരത്തോടെ ദൈവത്തെ ആരാധിച്ചൊരു നല്ല കാലം ഉണ്ടായിരുന്നില്ലേ? എന്നാൽ ഇന്നത്തെ അവസ്ഥ എന്താണ്? ഇന്ന് നിങ്ങൾ തളർന്നിരിക്കുകയാണോ? അബ്രഹാം തളർന്നുപോയി. അബ്രഹാം വിശ്വാസം ത്യജിച്ചു കളഞ്ഞു. അബ്രഹാം ദൈവത്തിലുള്ള വിശ്വാസം ത്യജിച്ചു കളഞ്ഞു. ദൈവത്തിൻ്റെ വാഗ്ദത്തമുള്ളതായ വിശ്വാസം ത്യജിച്ചു കളഞ്ഞു. ദൈവത്തിൻ്റെ വചനത്തിലുള്ളതായ വിശ്വാസം ത്യജിച്ചു കളഞ്ഞു. വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. പ്രിയപ്പെട്ടവരെ, വിശ്വാസം നഷ്ടപ്പെടുത്തരുത്. തീമോത്തിയോസിനെ ലേഖനം എഴുതുമ്പോൾ അപ്പോസ്തലനായ പൗലോസ് പറയും, അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി എന്ന് തീമോത്തിയോസിനോട് പറയുകയാണ്. അന്ന് എഫേസോസിലെ ബിഷപ്പാണ് തീമോത്തിയോസ്. അപ്പോസ്തലൻ എഫേസോസിലെ ബിഷപ്പായി തീമോത്തിയോസിനോട് അറിയിക്കുകയാണ്. തീമോത്തിയോസിന് പ്രൈവറ്റ് ലെറ്ററിൽ എന്താണ് എഴുതുന്നത്? വായിക്കാം. 1 തീമോത്തിയോസ് 1:19 ചിലർ നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. നല്ല മനസാക്ഷി തള്ളിക്കളഞ്ഞിട്ട് അവരുടെ വിശ്വാസ കപ്പൽ തകർന്നുപോയി. ഹുമനയോസും അലക്സന്തരും ഈ കൂട്ടത്തിലുള്ളവരാകുന്നു. വിശ്വാസ കപ്പൽ തകർന്നുപോയ വിശ്വാസ വീരന്മാർ വഴിയോരങ്ങളിൽ പട്ടുകിടക്കുന്നു. സ്നേഹിതരെ, വിശ്വാസ കപ്പൽ തകർത്ത് കളയരുത്. അത് അഭംഗുരം നിങ്ങൾ അത് പരിപാലിച്ചു കൊണ്ടുപോകുക. കർത്താവേ, ഒരു വിശ്വാസ കപ്പൽ നീ എനിക്ക് തന്നു, വിശ്വാസത്തിൻ്റെ നങ്കൂരം നീ എനിക്ക് തന്നു. നീ വലിയവനാണ്, എനിക്ക് മനസ്സിലാക്കി തന്നതാണ്, അനുഭവങ്ങൾ എനിക്ക് തന്നതാണ്. എന്നെ നടത്താൻ, എന്നെ നയിക്കാൻ, എന്നെ പരിപാലിക്കാൻ,
എന്നെ പോറ്റാൻ, എന്നെ സംരക്ഷിക്കാൻ, എനിക്ക് വേണ്ടി കരുതാൻ എൻ്റെ നാഥനുണ്ട് എന്നുള്ളൊരു വിശ്വാസം നീ എനിക്ക് തന്നതാണ്. എന്നാൽ എൻ്റെ വിശ്വാസ കപ്പൽ തകരാൻ ഇടയാകരുതേ. കർത്താവേ, ഞാൻ വിശ്വസിക്കുന്നു, എന്നെ നീ അന്ത്യം വരെയും സൂക്ഷിക്കും. അപ്പോസ്തലനായ പൗലോസ് തീമോഥെയോസിനോട് പറയുന്നുണ്ട്, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നു എന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു എന്നാണ് അപ്പോസ്തലൻ പറഞ്ഞത്. നല്ല ഉറപ്പാണ്. ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നു, അവൻ എൻ്റെ ഉപനിധി ആ ദിവസം വരെ സൂക്ഷിപ്പാൻ ശക്തനെന്ന് ഞാൻ ഉറച്ചുമിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. സഹോദരങ്ങളെ, ക്രിസ്തുവിലുള്ളതായ വിശ്വാസം, ഞാൻ ആരെ വിശ്വസിച്ചിരിക്കുന്നുവെന്ന് ഞാൻ അറിയുന്നതായ വിശ്വാസം. ഇന്ന് സ്നേഹിതരെ, നിങ്ങൾ ചിന്തിക്കൂ, നിങ്ങൾക്ക് ഈ ഉറപ്പുണ്ടോ? ആരുടെ പറയുകയാണ് പുറപ്പെട്ടത്? ആരുടെ വചനമാണ് നിങ്ങൾ ഉണർത്തിയത്? ആരാണ് നിങ്ങളെ പുറപ്പെടുവിച്ചത്? ആരാണ് ഇത്രത്തോളം നിങ്ങൾ നടത്തിയത്? ഇവിടം വരെ നിങ്ങൾ എത്തിച്ചത് ആരാണ്? അബ്രഹാമിന് വന്ന നഷ്ടം വിശ്വാസം നഷ്ടപ്പെട്ടു പോയി. മാത്രമല്ല, അബ്രഹാമിന് പിന്നെ നാം കാണുന്നത്, അബ്രഹാമിന് വന്ന നഷ്ടം അവൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു. വിശുദ്ധി നഷ്ടപ്പെട്ടു. ഉൽപ്പത്തി പുസ്തകം 12-ാം അധ്യായം 10-ാം വാക്യം മുതൽ നമുക്ക് വായിക്കാം. ദേശത്ത് ക്ഷാമമുണ്ടായി. ദേശത്ത് ക്ഷാമം കഠിനമായി തീർന്നതുകൊണ്ട് അബ്രാം മിസ്രൈമിൽ ചെന്ന് പാർപ്പാൻ അവിടേക്ക് പോയി. മിസ്രൈമിലെത്തുമാറായപ്പോൾ അവൻ തൻ്റെ ഭാര്യ സാറായിയോട് പറഞ്ഞത്, ഇതാ, നീ സൗന്ദര്യമുള്ള സ്ത്രീയെന്ന് ഞാൻ അറിയുന്നു. മിസ്രൈമ്യർ നിന്നെ കാണുമ്പോൾ ഇവൾ അവൻ്റെ ഭാര്യ എന്ന് പറഞ്ഞ് എന്നെ കൊല്ലുകയും നിന്നെ ജീവനോടെ രക്ഷിക്കുകയും ചെയ്യും. നീ എൻ്റെ സഹോദരി എന്ന് പറയണം. എന്നാൽ നിന്റെ നിമിത്തം എനിക്ക് നന്മ വരികയും ഞാൻ ജീവിച്ചിരിക്കുകയും ചെയ്യും. അബ്രഹാമിനെ ഇപ്പോൾ പറ്റിയ അപകടം എന്താണ്? അബ്രഹാമിൻ്റെ വിശുദ്ധി നഷ്ടപ്പെട്ടു. ചുണ്ടിലുള്ളതായ വിശുദ്ധി, നാവിലുള്ളതായ വിശുദ്ധി, സംസാരത്തിലുള്ളതായ വിശുദ്ധി നഷ്ടപ്പെട്ടു പോയി. സ്നേഹിതരെ, വിശുദ്ധി നഷ്ടപ്പെടുത്തരുത്. നമ്മുടെ അവയവങ്ങൾ പരിപാവനമായി നാം സൂക്ഷിക്കണം. നമ്മുടെ കണ്ണുകളും നമ്മുടെ കാതുകളും നമ്മുടെ നാവും നമ്മുടെ ചുണ്ടുകളും നമ്മുടെ കൈകളും നമ്മുടെ കാലുകളും നമ്മുടെ ത്വക്കും നമ്മുടെ ശരീരത്തിലുള്ളത് അകത്തും പുറത്തുമുള്ള ഇന്ദ്രിയങ്ങൾ, അവയവങ്ങൾ എല്ലാം പരിപാവനമായി നാം സൂക്ഷിക്കണം. എല്ലാം നിർമ്മലമായി നാം സൂക്ഷിക്കണം. ഒരണുവിൽ പോലും പിശാച് അവകാശം പറയാനിട കൊടുക്കരുത്. കരുതലോടെ നാം ജീവിക്കണം. മഹാപ്രതിഫലമുള്ള നിങ്ങളുടെ ധൈര്യം തള്ളിക്കളയരുത്. മഹാപ്രതിഫലമുണ്ട്. സഹോദരങ്ങളെ, അബ്രഹാമിന് പറ്റിയതായ അബദ്ധം, അബ്രഹാം നുണ പറയാൻ തയ്യാറായി, നുണ പറയാൻ പ്രേരിപ്പിച്ചു. അസത്യം പറയാൻ അബ്രഹാം സ്വന്തം ഭാര്യയെ പ്രേരിപ്പിക്കുന്നു. നീ എൻ്റെ സഹോദരി എന്ന് പറയണം, ഭാര്യയെന്ന് അവരറിഞ്ഞാൽ അവർ നിന്നെ രക്ഷിക്കും, പക്ഷേ എന്നെ കൊല്ലും. മൂന്നാമത്തെ കാര്യം അതാണ്. അബ്രഹാമിൻ്റെ ധൈര്യം നഷ്ടപ്പെട്ടു, കറേജ് നഷ്ടപ്പെട്ടു. അബ്രഹാം ധൈര്യശാലിയായിരുന്നു. ആരെല്ലാം എന്തെല്ലാം ചിന്തിച്ചാലും ഒരു പേടിയുമില്ലാതെ പുറപ്പെട്ടവനാണ്. പക്ഷേ അതോടെ അബ്രഹാമിൻ്റെ ധൈര്യവും നഷ്ടപ്പെട്ടു. നീ എന്നെ രക്ഷിക്കണം, എന്നെ ജീവനോടെ രക്ഷിക്കണം. എന്തിന് അബ്രഹാം ഭാരപ്പെടണം? ദൈവം പറഞ്ഞതല്ലേ, ഞാൻ നിന്നെ ഈ ഭൂമിയിലുള്ള സകല വംശങ്ങളിലും വെച്ച് ഞാൻ നിന്നെ അനുഗ്രഹിക്കുകയാണ്. നിന്നിൽ ഭൂമിയിലെ സകല വംശങ്ങളും അനുഗ്രഹിക്കപ്പെടുമെന്നല്ലയോ ദൈവം പറഞ്ഞത്? അബ്രഹാം പിന്നെ എന്തിന് മരണത്തെ പേടിക്കണം? അബ്രഹാം പിന്നെ എന്തിന് ഭാവിയെ പേടിക്കണം? അബ്രഹാം പേടി വന്നത് എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അബ്രഹാമിൻ്റെ ജീവിതത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു, വിശുദ്ധി നഷ്ടപ്പെട്ടു. സ്നേഹിതരെ, മർമ്മപ്രധാനമായ കാര്യങ്ങൾ അറിയിക്കട്ടെ. നിങ്ങൾക്ക് ഭയം വരുന്നുണ്ടോ? നിങ്ങൾക്ക് എവിടെയെങ്കിലും ഭീതി വരുന്നുണ്ടോ? എവിടെയെങ്കിലും നിങ്ങളുടെ ഹൃദയത്തിൽ ഒരു ചാഞ്ചല്യം വരുന്നുണ്ടോ? എവിടെയെങ്കിലും നിങ്ങൾക്കൊരു പതർച്ച വരുന്നുണ്ടോ? അതിൻ്റെ പിന്നിൽ നിങ്ങളുടെ വിശുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ട്, നിങ്ങളുടെ വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ട്. വ്യക്തമാണ്. നിങ്ങൾ ചിന്തിക്കൂ, നാളെയെക്കുറിച്ചുള്ള ആവലാതി വരുന്നുണ്ടോ? ഭാവിയെക്കുറിച്ചുള്ളതായ ആശങ്കകൾ നിങ്ങൾ വലയം ചെയ്യുന്നുണ്ടോ? നിങ്ങളുടെ മനസ്സിൽ പല കാര്യങ്ങളിലുള്ളതായ മനോവിഷാദങ്ങൾ വന്ന് നിങ്ങളെ അലട്ടുന്നുണ്ടോ? ഒരു വിഷാദാത്മകത്വം നിങ്ങളെ ബാധിക്കുന്നുണ്ടോ? ഒന്ന് നിങ്ങൾ ഓർക്കുക, അത് മാറാനുള്ള പോംവഴി വിശുദ്ധിയിലേക്ക് തിരികെ വരിക, വിശ്വാസത്തിലേക്ക് തിരികെ വരിക എന്നുള്ളതാണ്. അബ്രഹാമിന് വിശ്വാസം നഷ്ടപ്പെട്ടു. 2, അബ്രഹാമിന് വിശുദ്ധി നഷ്ടപ്പെട്ടു. 3, അബ്രഹാമിന് ധൈര്യം നഷ്ടപ്പെട്ടു. ഭയം ബാധിച്ചു. ആയുസ്സിനെക്കുറിച്ചുള്ള ഭയം, ഭാവിയെക്കുറിച്ചുള്ള ഭയം, ജീവനെക്കുറിച്ചുള്ള ഭയം, പ്രാണഭയം അബ്രഹാമിന് നേരിട്ടു. സ്നേഹിതരെ, നിങ്ങൾ ഏതെങ്കിലും ഭയപ്പെട്ടിരിക്കുന്നവരാണോ? ഏതെങ്കിലും കാര്യത്തിൽ മനസ്സ് വിഷാദിച്ചിരിക്കുന്നവരാണോ? അയ്യോ, നാളെ എന്ത്? അയ്യോ, എൻ്റെ പരീക്ഷ എങ്ങനെ പാസ്സാകും? അയ്യോ, എനിക്ക് തൊഴിലില്ലാതെ വന്നാൽ ഞാൻ എന്ത് ചെയ്യും? എൻ്റെ ശമ്പളം കുറഞ്ഞാൽ എന്ത് ചെയ്യും? അയ്യോ, എൻ്റെ മക്കളുടെ ഭാവി എന്താകും? പ്രിയപ്പെട്ടവരെ, പലതിനെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെട്ടിരിക്കുകയാണോ? ഓർക്കൂ, ദൈവത്തിൽ നിങ്ങൾ വിശ്വാസം വയ്ക്കുക, ക്രിസ്തുവിൽ നിങ്ങൾ ആശ്രയം വയ്ക്കുക. അവൻ തന്നെ
നമുക്ക് തന്നവനാണ്. അപ്പോസ്തലനായ പൗലോസ് പറയും, റോമർ ലേഖനം 8-ാം അധ്യായത്തിൻ്റെ 30-ാം വാക്യം മുതൽ വായിക്കുമ്പോൾ കാണാം, അപ്പോസ്തലൻ പറയുകയാണ്, എന്തൊരു ധൈര്യത്തോടെയാണ് പറയുന്നത്, ദൈവം നമുക്ക് അനുകൂലമെങ്കിൽ നമുക്ക് പ്രതികൂലമാര്? സ്വന്തം പുത്രനെ ആദരിക്കാതെ നമുക്ക് എല്ലാവർക്കും വേണ്ടി ഏൽപ്പിച്ചു തന്നവൻ അവനോട് കൂടെ സകലവും നമുക്ക് നൽകാതിരിക്കുമോ? ദൈവം തിരഞ്ഞെടുത്തവരെ ആര് കുറ്റം ചുമത്തും? നീതീകരിക്കുന്നവൻ ദൈവം, ശിക്ഷ വിധിക്കുന്നവൻ ആര്? ക്രിസ്തുയേശു മരിച്ചവൻ, മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റവൻ തന്നെ. അവൻ ദൈവസിംഹാസനത്തിൻ്റെ വലത്തു ഭാഗത്തിരിക്കുകയും നമുക്ക് വേണ്ടി പക്ഷവാദം കഴിക്കുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർപിരിക്കുന്നത് ആര്? കഷ്ടതയോ സങ്കടമോ ഉപദ്രവമോ പട്ടിണിയോ നഗ്നതയോ ആപത്തോ വാളോ? നിന്റെ നിമിത്തം ഞങ്ങൾ ഇടപെടാതെ കൊല്ലുന്നു, അറുപ്പാനുള്ള ആടുകളെ പോലെ ഞങ്ങൾ എണ്ണുന്നു എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. നാമോ നമ്മെ സ്നേഹിച്ചവൻ മുഖാന്തരം ഇതിലൊക്കെയും പൂർണ്ണ ജയം പ്രാപിച്ചിരിക്കുന്നു. ദൈവത്തിന് സ്തോത്രം. മരണത്തിനോ ജീവനോ ദൂതന്മാർക്കോ വാഴ്ചകൾക്കോ അധികാരങ്ങൾക്കോ ഇപ്പോഴുള്ളതിനോ വരുവാനുള്ളതിനോ ഉയരത്തിനോ ആഴത്തിനോ മറ്റ് യാതൊരു സൃഷ്ടിക്കോ കർത്താവായ യേശുക്രിസ്തുവിലുള്ള ദൈവ സ്നേഹത്തിൽ നിന്ന് നമ്മെ വേർതിരിപ്പാൻ കഴിയുകയില്ല എന്ന് ഞാൻ ഉറച്ചിരിക്കുന്നു. ഹല്ലേലൂയ. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, അവിടെ ധൈര്യമാണ്, അവിടെ വിശ്വാസത്തിൻ്റെ തികവാണ്, അവിടെ വിശ്വാസത്തിൻ്റെ ദാർഢ്യമാണ്. ഇന്ന് ഈ വാക്കുകൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ നോക്കൂ, നിങ്ങൾക്ക് എന്തെല്ലാം നഷ്ടം വന്നിട്ടുണ്ട്? വിശ്വാസം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ വിശുദ്ധി നഷ്ടപ്പെട്ടിട്ടുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ ധൈര്യം നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ചിന്തിപ്പീൻ. എന്നാൽ ഇതെല്ലാം തിരികെ തരാൻ ക്രൂസിൽ മരിച്ചവൻ നിങ്ങളുടെ അരികത്തേക്ക് വന്നിരിക്കുന്നു. ഉയർത്തെഴുന്നേറ്റ് ജീവിക്കുന്ന ക്രിസ്തു നിങ്ങൾ സമീപത്ത് നിൽക്കുന്നു. മകനേ, നിനക്ക് ഞാൻ വിശ്വാസം തരാം. മകളെ, നിനക്ക് ഞാൻ വിശുദ്ധി തരാം. യൗവനക്കാര്, നിനക്ക് ഞാൻ ധൈര്യം തരാം. മുന്നോട്ട് പോകാൻ ഞാൻ നിന്റെ കരത്തിൽ പിടിക്കാം. ഞാൻ നിന്നെ വലം കൈക്ക് പിടിച്ചിരിക്കുന്നു. എൻ്റെ വലം കൈ നിന്നെ താങ്ങിയിരിക്കുന്നു. എൻ്റെ കരം നിന്നെ പിടിച്ചിരിക്കുന്നു. മകനെ, അധൈര്യപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭാരപ്പെടേണ്ട, ഞാൻ നിന്നെ കാക്കും, ഞാൻ നിന്നെ നോക്കും, ഞാൻ നിന്നെ പരിപാലിക്കും, ഞാൻ നിന്നെ സംരക്ഷിക്കും, ഞാൻ നിനക്ക് തുണയായിരിക്കും. നിന്റെ വേദനാ വിഷയങ്ങൾ ഞാൻ ഏറ്റെടുക്കും, നിന്റെ ഭാവിയെ ഞാൻ ഏറ്റെടുക്കും. അന്ത്യത്തോളം ഞാൻ നിന്നെ നടത്തും. സമർപ്പിക്കുവീൻ. നിങ്ങൾ ദൈവത്തിൻ്റെ വചനം വിശ്വസിപ്പീൻ. ദൈവകരങ്ങളിലേക്ക് നിങ്ങൾ ഏൽപ്പിക്കുവീൻ. അവനോട് വാക്ക് പറയുവീൻ. യേശുവേ, ഞാൻ നിന്നെ വിശ്വസിക്കുന്നു. ഞാൻ വിശുദ്ധി പാലിച്ചുകൊള്ളാം. ഞാൻ ധൈര്യശാലിയായി നിന്നുകൊള്ളാം. ഞാൻ നിന്നിൽ ധൈര്യപ്പെട്ടുകൊള്ളാം. ഇന്നു മുതൽ ഞാൻ ഒരു പുതിയ സൃഷ്ടി. നമുക്ക് പ്രാർത്ഥിക്കാം. കരുണയുള്ള കർത്താവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു. വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് വിശ്വാസ വീരന്മാരാക്കി മാറ്റണമേ. വചനം കേട്ട എല്ലാവരെയും അവിടുന്ന് വിശുദ്ധരാക്കി മാറ്റണമേ. വചനം കേട്ട എല്ലാവർക്കും ക്രിസ്തുവിൽ ധൈര്യം നൽകണമേ. എല്ലാ നന്മകളാൽ നിറയ്ക്കണമേ. യേശുവിൻ നാമത്തിൽ തന്നെ. ആമീൻ. ഹല്ലേലൂയ.